ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ചാനലിൽ സഞ്ചാരമായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര വേണമെങ്കിൽ എൻ്റെ വൺ ഓഫ് ദി ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാം. മലയാളികളോട് പറയുകയാണെങ്കിൽ ഒരു കുമ്പിടി പോലെ രാവിലെ ഒരു പ്രോഗ്രാമിന് അവിടെ കാണുന്ന സിമിയെ കാണാം. കുറച്ച് കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും വേറെ ഒരു സ്ഥലത്ത് സിമി അവിടെ. എൻ്റെ ഹസ്ബൻഡ് ഇന്നും പോഡ്കാസ്റ്റിന് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശേഷം പറഞ്ഞു എന്നെ നന്നായി പൊക്കി വിട്ടേക്കൂ. വെൽക്കം ടു റേസ് ദ റൈസ് ഓഫ് റിമാർക്കബിൾ മൈൻഡ്സ് ബൈ ആർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിമിമോൾ റായ്ജോ, അധ്യാപിക, പ്രഭാഷക, നടി, ഇൻ്റർനാഷണൽ പരസ്യചിത്രങ്ങളിലെ മോഡൽ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന സിമി ദുബായിലെ മൾട്ടി സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. വെൽക്കം ടു ദ ഷോ സിമി. താങ്ക് യു സോ മച്ച്. സാധാരണ ഞങ്ങൾ സിമിയെ പോഡ്കാസ്റ്റിൻ്റെ ഹോസ്റ്റായിട്ട് അതെ ഈ സൈഡിലാണ് ഇരിക്കാറ് അല്ലേ? ഇപ്പം ഈ തവണയാണ് ഗസ്റ്റായിട്ട് ഇരിക്കുന്നത്. വാട്ട് ഡു യു ഫീൽ നൗ? ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും നല്ലതാ. അപ്പോൾ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു നമ്മുടെ ഒരു ലൈഫിലെ ജേർണിയിൽ പല എക്സ്പീരിയൻസസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിൽ താങ്ക്ഫുൾ ആണ്. ഓക്കെ, നമ്മളുടെ കമൻറ്റ് സെഷനിൽ പലരും ചോദിക്കാറുണ്ട് ആരാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്, ആരാണ് ഈ സിമി? അപ്പം ഒന്ന് ഈ റോൾസും ടൈറ്റിൽസും ഒന്ന് മാറ്റി വെച്ചാൽ ആരാണ് സിമി? സിമി എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഫീമെയിൽ അല്ലേ, സ്ത്രീയാണ്, അത്രേ ഉള്ളൂ. സിമി ഒരു സാധാരണക്കാരിയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അതിനകത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിന് ഉടമയാണ്. അതാണ് സിമി. ഓക്കെ, ഗ്രോയിങ് അപ്പ് ആസ് ആൻ എൽഡസ്റ്റ് ചൈൽഡ് റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, അതോ പ്രഷറാണ് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്? പ്രഷറൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ആ ഒരു ടോപ്പിക്കേ വരുന്നില്ല. ഓക്കെ, റെസ്പോൺസിബിലിറ്റിയും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു ഏജ് കഴിയുമ്പോഴൊക്കെയാണല്ലോ അതിൻ്റെയൊക്കെ ഒരു ഫീലൊക്കെ വന്ന് തുടങ്ങുക. ചെറുപ്പത്തിൽ ഞാൻ ഡാഡി മമ്മി, എനിക്ക് താഴെ 3 സിസ്റ്റേഴ്സാണ്. ഓക്കെ, ഞാൻ സിമി, രണ്ടാമത്തത് സൗമ്യ, സോനു എന്ന് വിളിക്കും. ഞങ്ങൾ തമ്മിലൊരു 3 years ഗ്യാപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടായ ആളാണ് സജിൻ, നമ്മൾ വി കോളർ വാവയും ഞാനും തമ്മിൽ ഒരു 12-13 years ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 4ാമത്തെ സിസ്റ്റർ ഉണ്ടായത് ഞാൻ ഒരു 15 years എനിക്കുണ്ട്. ഇപ്പോൾ 15 or 16 അത്രയും ഏജ് ഗ്യാപ്പിലാണ്. ഏറ്റവും ചെറിയ അനിയത്തി മുത്ത എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഐശ്വര്യ. ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്, സിമി, സൗമ്യ, സജിൻ, ഐശ്വര്യ. അപ്പം ചെറുപ്പത്തിൽ ഇത്രയും ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ഏജ് ഒക്കെ കഴിയുമ്പോഴാണല്ലോ ഇവർ ഇങ്ങനെ കുഞ്ഞ് ബേബീസ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയ ഓർമ്മകളൊന്നും സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്? അപ്പം കൊച്ചു കുഞ്ഞല്ലേ, ക്ഷമിച്ച് ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും ഇളയ ആളെ പോലെ തന്നെ ആയിരിക്കും ഞാനും ബിഹേവ് ചെയ്യുക. അപ്പൊ അവരതനുസരിച്ച് നിന്നോളും. അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ സിമി ഇത്രയും കൊച്ചനീത്തിമാരില്ലേ, അപ്പം സിമീനെ കൺസിഡർ ചെയ്തു. എനിക്ക് തോന്നുന്നത് അവരുടെ എൻ്റെ സിസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കംപ്ലൈന്റ് ദറ്റ് എന്താന്ന് വെച്ചാൽ മമ്മിക്കും ഡാഡിക്കും കൂടുതൽ എന്തെങ്കിലും താല്പര്യം എന്നോടാണോ? ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ മേ ബി അവരുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അതായിരുന്നു എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈൽഡ്ഹുഡിലെ സ്ട്രിക്റ്റ് എൽഡർ സിബ്ലിംഗ് ആയിരുന്നോ അതോ ഫൺ ലവിംഗ് മിസ്റ്റീവിയസ് അങ്ങനെ ടൈപ്പ് ആയിരുന്നു? രണ്ടും ഉണ്ട് കേട്ടോ. സ്ട്രിക്റ്റ് ചെയ്യേണ്ടടുത്ത് സ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചനിത്യമാരാകുമ്പോൾ നമ്മളുടെ ആ ഒരു ടീനേജ് സമയത്ത് നമ്മൾ എന്നായിരുന്നു നമ്മൾ അറിയാം. അപ്പൊ ആ സമയത്ത് അവർ വരുമ്പം നമുക്ക് അത് കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ അങ്ങനെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ. എനിക്ക് കൂടുതലും എൻ്റെ ഒരു ക്യാരക്ടർ വൈസ് എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അധികം നേരം പോകാൻ പറ്റില്ല. ഓക്കെ, പാരൻസിൽ നിന്ന് കിട്ടിയ ഒരു വാല്യൂ ഇന്നും ലൈഫിൽ ഗൈഡ് ചെയ്യുന്നത് എന്താണ്? അവരുടെ എല്ലാം എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർ പേരൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെടുന്ന ദൈവങ്ങളെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഞാനത് 100% വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വീക്ക്നെസ്സും കൂടെയാണ് കേട്ടോ എൻ്റെ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, സോ അവരുടെ എല്ലാ കാര്യങ്ങളും ഈവൻ ഷോയിങ് റെസ്പെക്ട്, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, ഹൗ ടു മാനേജ് സ്ട്രെസ് ലെവൽസ്. ചിലപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഡാഡി മമ്മിയൊക്കെ നമ്മുടെ ഒരു ജേർണിയിൽ നമുക്ക് പല പല കാര്യങ്ങളുണ്ടാവും. ഇമാജിൻ 4 പെൺപിള്ളേരുടെ അപ്പനോ അമ്മയെന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അവർ നമ്മളെ അറിയിക്കാതെ വളർത്തി എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. സോ
എനിക്ക് തോന്നുന്നത് അതൊക്കെ ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. ഓക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ലേൺ ചെയ്യേണ്ടി വന്ന ചില മൊമെൻറ്റ്സ് ഓർത്തിരിക്കുന്നുണ്ടോ? ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി അത് രണ്ടിനെ കുറിച്ച് വളരെ ഒരു എന്താ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ മൊമെൻറ്റ്സ് ആയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ നമ്മുടെ ഒരു ചെറിയ ഒരു കുഞ്ഞായിരിക്കും മുതൽ ഇപ്പം നമ്മുടെ ഒരു ഏജ് വാട്ട് എവർ വി ആർ അങ്ങനെ വരുമ്പോൾ വരെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം നമ്മൾ മോൾഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പല സിറ്റുവേഷനിലും പല കൈൻഡ് ഓഫ് യുനോ അപ്രോച്ചസ് അല്ലെങ്കിൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽസ്, നമ്മുടെ ജോബ് വാട്ട് എവർ. അപ്പം നമ്മുടെ ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഇപ്പോഴും ഇനിയും മാറ്റങ്ങളുണ്ടാവും എനിക്ക് അല്ലേ. നമ്മളുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതികളിൽ മാറ്റം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊരു ഒരു കണ്ടിന്യൂസ് ജേർണിയാണ്. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ലുക്കിംഗ് ബാക്ക്, ചൈൽഡ്ഹുഡിൽ നിന്ന് ക്യാരി ചെയ്തിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ലൈഫ് ലെസൺ എന്താണ്? ചൈൽഡ്ഹുഡിൽ നിന്ന് ക്യാരി ചെയ്തിരിക്കുന്ന പറയുകയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ്. കറക്റ്റ്, നല്ലൊരു ആൻസർ. ഓക്കെ, നമുക്കിനി എഡ്യൂക്കേഷൻ കരിയറിലേക്കൊക്കെ കിടക്കാം. അപ്പം കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതെ, ബാച്ചിലേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ചൂസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് ആയപ്പോഴാണ് ഈ കമ്പ്യൂട്ടർ ലാബ് വരുന്നത്. യുനോ ആ സമയത്ത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഞാനൊരു ക്യൂരിയസ് പേഴ്സണാലിറ്റിയാണ് കേട്ടോ. എന്തും പുതിയത് കാണുമ്പം അതെന്തായിരിക്കും എന്തോ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ കണ്ടപ്പോൾ ഐ വാസ് സോ കൈൻഡ് ഓഫ് ഭയങ്കര ക്യൂരിയസ്, എന്താ ഇത് നടക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ഭയങ്കര ഈസി ആയിട്ട്. ഇപ്പം ഞാനിങ്ങനെ നേരത്തെ നോക്കി വെക്കും, ഓക്കെ SIMI ഇവിടെ ഉണ്ട്, എന്നിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി സ്പീഡായിട്ടൊക്കെ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഞാനൊരു ഗെയിം സൈഡ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, കമ്പ്യൂട്ടർ അല്ലാതെ വർക്കിംഗ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. സോ അന്ന് ഒരു 6ാം ക്ലാസ് മുതൽ അതിനോടുള്ള ഇഷ്ടം തുടങ്ങിയതാണ്. ഇന്നും ഇഷ്ടമാണ്. ഇന്നും അതിനെക്കുറിച്ച് പഠിക്കാനും ഏതെങ്കിലും കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാനും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ദെൻ ബാച്ചിലേഴ്സ് അത് കഴിഞ്ഞു. അത് കഴിയുമ്പം ഞാൻ എൻ്റെ പാർട്ട്ണറിനെ കണ്ടു. ഇറ്റ്സ് എൻ അറേഞ്ച് മാരേജ്. യെസ്, എൻ്റെ അതും കോട്ടയംകാരനാണ്. അപ്പോൾ കൂടുതൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ പറയുന്നില്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തിനും ഇഷ്ടമാണ്. മേ ബി സംസാര രീതി ചിലപ്പം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പം അങ്ങനെ ഐ കോൾ ഹിം അച്ചാച്ചൻ, റൈജോ എന്ന പേര്, റൈജോ ജെയിംസ്. സോ അങ്ങനെ ഞങ്ങൾ കല്യാണം സെയിം ഫീൽഡ് ആണോ? No, he is into electrical engineering, masters in അതുപോലെ തന്നെ electrical engineering field ആണ്. വർക്കിംഗ് ആസ് എ ഡിസൈൻ മാനേജർ. ആ ഒരു ലെവലാണ് നമ്മുടെ എല്ലാം. നമ്മൾ രണ്ടാണ്, കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രിക്കൽ. കറണ്ടും കമ്പ്യൂട്ടറും കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സോ കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ മോൾ ആഷിക. ആ സമയത്താണ് ദെൻ ഐ ഡിസൈഡഡ് ഓക്കെ ഐ ഹാവ് ടു ഫൈൻഡ് എ കരിയർ വിച്ച് I can work well with balance with my family. So luckily എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ടീച്ചിങ് ഫീൽഡിലേക്ക് കിട്ടുന്നു in Dubai. So that was one of the right decision I believe, because ടീച്ചിങ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. ഞാൻ പണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പണ്ട് പഠിക്കാൻ സമയത്ത് നമുക്കറിയാം, ബുക്ക് ഇങ്ങനെ വായിച്ച് നമ്മൾ പിന്നെയും കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചാലേ നമ്മുടെ തലയിൽ ഇരിക്കത്തുള്ളൂ. സോ ഞാൻ എന്നാ ചെയ്യുന്ന, ഒരു കൊച്ചു വടിയൊക്കെ എടുത്തിട്ട് ഞാൻ എപ്പോഴും പിള്ളേരെ പഠിപ്പിച്ചായിരുന്നു. ചെയ്തിട്ടുണ്ടല്ലോ. യെസ്. അപ്പോൾ സെയിം ആയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ എൻ്റെ വിചാരം ഞാനൊരു ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കും പഠിച്ചതൊക്കെ. സോ അങ്ങനെ തന്നെ അഭിനയിക്കാൻ പറ്റുന്ന ഞാനൊരു ടീച്ചറായി മാറി. അത് കഴിഞ്ഞപ്പോഴാണ് ദെൻ മൈ ഹസ്ബൻഡ് ഇസ് ലൈക്ക് വൈ കാൻറ്റ് യു ജോയിൻ ഫോർ മാസ്റ്റേഴ്സ്. അപ്പം ഇവിടെ നമ്മുടെ ദുബായിൽ അതിനൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ കുട്ടികൾ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. സോ എലോങ് വിത്ത് മൈ ടീച്ചിങ് കരിയർ ആയിരുന്നു. ദെൻ ടീച്ചിങ് പാരലലി പഠിത്തം. അപ്പോൾ അതിനകത്ത് തന്നെ ടീച്ചിങ്ങിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോ ICT ടീച്ചിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് കണ്ടിന്യൂസ്, എവറിത്തിങ് ഇസ് കണ്ടിന്യൂസ് ഫോർ മീ. ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദിസ് ഈസ് മോർ ദാൻ എ ജോബ് എന്ന് ഫീൽ ചെയ്ത മൊമെന്റ്സ് ഉണ്ടോ? മെനി ടൈംസ് യുനോ. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾമോസ്റ്റ് 8 years ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലാതെ എനിക്ക് ഓർമ്മയിലുള്ളത്, എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഞാൻ നാസ US പോയിട്ടുണ്ട്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി. പിന്നെ അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയി കുട്ടികളുമായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ തന്നെ റോബോട്ടിക്സ് അല്ലെങ്കിൽ ലെഗോ ക്ലാസ്സസ് അല്ലെങ്കിൽ കോഡിങ് ക്ലാസ്സസ്
അവിടെ ഒരു ഭയങ്കര എപ്പോഴും നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ടോക്സ് ആണ് യുനോ, നമുക്ക് ഒരു ബോറിംഗ് സബ്ജക്റ്റേ അല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ്സ് മോർ ഓഫ് ഹ്യൂമൻ കണക്ഷൻസ് ആണ്, നമ്മുടെ ഐഡിയാസ് ഡിസ്കഷൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എലോങ് വിത്ത് സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഇപ്പം എൻ്റെ കൊച്ചുങ്ങൾ മക്കളുണ്ടായി കഴിഞ്ഞിട്ടാണല്ലോ ഈ ഇതെല്ലാം ഞാനിങ്ങനെ ജോലി ഇതിൻ്റെ കൂടെ ആയപ്പോഴത്തേക്കും ഞാനൊരു റിലീജിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ എം എ ക്രിസ്ത്യൻ. സോ പള്ളിയിൽ ചെന്നപ്പോൾ ഇപ്പോൾ എന്താണേലും മക്കളെ ചേർക്കണം. സോ ഞാൻ അവിടെ പോയി സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അവിടെയും പോയി സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. ബിക്കോസ് യു നോ ഐ വോണ്ട് ദം ടു ഗോ. സോ ഇപ്പം എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് എല്ലാ സൺഡേസും പോവാ. അതായിരുന്നു എൻ്റെ ഒരു ശരിക്കുള്ള പ്രാക്ടിക്കലി ചിന്തിച്ചത്. പക്ഷെ അതും ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. അഗെയിൻ യുനോ മീറ്റിംഗ് ന്യൂ പീപ്പിൾ, അല്ലെങ്കിൽ ടോക്കിംഗ് വിത്ത് ദം, ഗെറ്റിംഗ് ടു നോ ദം, അവരുടെ ഒരു എക്സ്പീരിയൻസ്, എവറിത്തിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പൊ കൂടുതൽ ടീച്ചർ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഐ തിങ്ക് വി ആർ ഫെസിലിറ്റേറ്റേഴ്സ്, യു നോ, വി ആർ ജസ്റ്റ് ഗൈഡിങ് ദം, യു നോ വാട്ട് ടു ഡു. ദേ ആർ മച്ച് ബെറ്റർ ദാൻ us. നോളജ് ഈസ് നമുക്ക് അവരുടെ നിന്നും കിട്ടും ചിലപ്പോൾ. ടാലന്റ് ആണ് ഒരു സക്സസിന്റെ ബേസ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ടാലന്റ് മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടി എന്ന് വിചാരിക്കാം, പാട്ട് വീട്ടിൽ ഇരുന്ന് പാടിയിട്ട് സക്സസ് ഒന്നും ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അത് ആ കുട്ടിക്ക് സന്തോഷം ഉണ്ടായിരിക്കും, ആവുന്നില്ല. അപ്പോൾ അതിനുള്ള റൈറ്റ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഒരു അത് നമ്മളുടെ മനസ്സിലൊരു എയിം ഉണ്ടെങ്കിൽ വർക്ക് ടുവേർഡ്സ് ടു ഇറ്റ്. ഇപ്പോൾ ഞാനൊരു 50 വയസ്സിൽ അത് റീച്ച് എത്തിയാൽ, ഇപ്പോൾ ഒരു സിനിമയിൽ പാടാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ 50 വയസ്സ് പാടിയാലും ഞാൻ സക്സീഡ് ചെയ്തു എന്നുള്ളതാണ്. ബട്ട് യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ടാലന്റ് കൊണ്ട് ഈ വീട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ. കൺസിസ്റ്റൻസി എന്നത് പ്രാക്ടിക്കലി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു? കൺസിസ്റ്റൻസി അതൊന്നും കൂടെ ഇലാബറേറ്റ് ചെയ്യോ? വാട്ട് എക്സാക്ട്ലി യു മീൻ ബൈ കൺസിസ്റ്റൻസി? ലൈക്ക് ഇപ്പം ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് മുമ്പുള്ള കുറച്ച് പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സക്സസിൻ്റെ ഒരു ബേസ് ഒന്നും കൂടെ ഉള്ളത് കണ്ടായിരുന്നു. അതിൽ ടൈം മാനേജ്മെന്റ് വലിയൊരു ഫാക്ടറാണ്. അതിനകത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ക്യൂസസ് പറയാം, എല്ലാത്തിനും എക്സ്ക്യൂസസ് പറയാം. പക്ഷേ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ബിക്കോസ് ഈ ഒരു ലോഗോ എടുക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. ഓക്കെ, ടാലൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. പക്ഷെ നമ്മളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരാളൊന്നും അല്ല, ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ നമ്മളൊരു ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ പറയുന്നില്ല, ആ ഹാപ്പിനെസ്. ഓക്കെ. സോ യു ബിലീവ് ഇൻ ഷോയിങ് അപ്പ് എവറി ഡേ അല്ലേ? യെസ്, ഐ ഡു. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ മൈ ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ എല്ലായിടത്തും ഇപ്പം മലയാളികളോട് പറയുകയാണെങ്കിൽ ഒരു കുമ്പിടി പോലെ രാവിലെ ഒരു പ്രോഗ്രാമിന് അവിടെ കാണുന്ന സിമിയെ കാണാം, കുറച്ച് കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും വേറെ ഒരു സ്ഥലത്ത് സിമി അവിടെ. അപ്പോൾ ഇതെങ്ങനെ എല്ലായിടത്തും കൂടെ ഒരുമിച്ചെത്തും? ലൈക്ക് ഐ സെഡ്, യു നോ, ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ഇൻട്രസ്റ്റ്. ഇപ്പോൾ റോസ്മിനോട് തന്നെ ഞാനിപ്പം റോസ്മിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അടുത്തൊരു 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയും, അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കും. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്താലും അതൊക്കെ എൻ്റെ ഇൻട്രസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. വാട്ട് ആർ മൈ ലൈക്സ് എന്നുള്ളത് ഞാൻ ആദ്യം അറിയുന്നു. ഓക്കെ, അത് എന്നെ തന്നെ സെൽഫ് അസസ് ചെയ്തിട്ടുണ്ട്. അല്ലേ, വെറെവർ വി ഗോ വി ഡു പെർഫോമൻസ് അനാലിസിസ് ഓർ വാട്ട് എവർ. സോ ഐ ഹാവ് ഡൺ എ സെൽഫ് അനാലിസിസ് മൈസെൽഫ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം ആ 4 കാര്യങ്ങളോ 5 കാര്യങ്ങളോ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഐ നോ ടു സേ നോ. That's all about it. ഓക്കെ. ഈ മിസ്റ്റേക്സിൽ നിന്ന് ലേൺ ചെയ്യാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടോ? അതായത് മുമ്പ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്രോച്ചസ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരിക്കാം. മേ ബി യു നോ അലോങ് മൈ ലൈഫ് ജേർണിയിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഓ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര വളരെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കും, ഓ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇറ്റ്സ് നോട്ട് ടു തിങ്ക് അബൌട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മിസ്റ്റേക്സ്, ചില മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ. യുവർ ഫെയ്ത്ത് ജേർണി എങ്ങനെ മൈൻഡ് സെറ്റിനെ അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ
ഷേപ്പ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു? Faith, again a good question. Faith, okay. Whatever religion, whatever belief that you have, എന്തുവാകാം, ഓക്കെ. നമ്മുടെ ഒരു മനസ്സിൽ എന്താ വരുന്നത്, നമുക്ക് സംസാരിക്കാൻ ഒരാൾ മൈൻഡിൽ ഉണ്ട് എന്നൊരു ഫീലാണുള്ളത് അല്ലേ? അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ട്. ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും ഐ ഹാവ് എ ഫെയ്ത്ത് ദാറ്റ് ഐ ഓവർകം ദിസ്, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു ഫീലിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദാറ്റ് ഈസ് ഫോർ മീ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു പവർ ഉണ്ടെന്നുള്ളതാണ് എനിക്കിഷ്ടം. ഗുഡ്. ക്യൂരിയോസിറ്റി ആൻഡ് ഡിസിപ്ലിൻ ടുഗെദർ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസ് റിസൾട്ടിൽ അത് ബാധിക്കുമോ? ലൈക്ക് സംടൈംസ് ലൈക്ക് ഐ സെഡ് എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആളാണ്. ഇപ്പോൾ പല ഞാനൊരു ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ക്യൂരിയോസിറ്റി കൂടിയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അത് നോക്കണം, ഇത് നോക്കണം. ചിലപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ സ്ട്രെസ് ഞാൻ കൂടുതൽ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും തീർക്കുന്നുണ്ട്. പുറത്തൊന്നും ഞാൻ തീർക്കാറില്ല ചിലപ്പോൾ. സോ അത് മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് സംഭവിക്കാറുണ്ട്, ഇതൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും അല്ല, വല്ലപ്പോഴും. ഓക്കെ, നമുക്കപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹോസ്റ്റിംഗ്, പബ്ലിക് പ്രസൻസ്, ഇതിലേക്ക് വരാം. ഹോസ്റ്റിംഗ് ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷനിലേക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്? എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അത്. എല്ലാവർക്കും കിട്ടുന്ന കാര്യം അല്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് ചിലപ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ വീട്ടിൽ മൂത്ത കുട്ടിയാണല്ലോ, അപ്പം മേ ബി വീട്ടിൽ തന്നെ ഞാനൊരു നോട്ടി ചേച്ചിയുമാണെന്ന് ഞാൻ പറഞ്ഞു. വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല, എന്നാൽ ഞാൻ എല്ലാത്തിനും ഉണ്ട്. പക്ഷെ അപ്പം തന്നെ ഞാൻ സംസാരിക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പത്തിൽ നന്നായി സംസാരിക്കുകയും ഒക്കെ ഉണ്ട്. പക്ഷേ സ്കൂളിലൊക്കെ അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോഴായിരിക്കും വിചാരിക്കുന്നത് സിമി ഇത്തന്നെ സംസാരിക്കുമെന്ന്. ഓക്കെ, സോ എനിക്ക് ചെറുപ്പം മുതൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ ഉള്ളൂ എന്നൊരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ട്. ദർ ഇസ് നോ ബഡി ദെയർ. വെൻ സംബഡി കംസ് ഹോം, ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം ഞങ്ങൾ 4 പേരുണ്ട്. ചിലപ്പോൾ മമ്മി മാത്രമായിരിക്കും വീട്ടിൽ. അപ്പം ആരെങ്കിലും ഒക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും മമ്മി ചിലപ്പോൾ കുക്കിങ്ങിനോ എന്തെങ്കിലും അകത്തോട്ട് പോകും. ദെൻ ഞാനായിരിക്കും സ്പോട്ട് ഓൺ. ഓക്കെ, അപ്പത്തേക്കും ഞാൻ വലിയ ആൾക്കാരെ പോലെയൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, ഇരിക്കും, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. സോ അന്ന് മുതൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഏജിലോ അങ്ങനെ ഒരു പൊസിഷൻസിലോ അങ്ങനെയൊക്കെ ഒരു ഡിഫറൻസിലൊന്നും ഞാൻ ആരെയും കാണുന്നില്ല. ഐ കൺസിഡർ എവറി വൺ ആസ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. ഓക്കെ, ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്, ഇപ്പോഴും അങ്ങനെ ഉണ്ട്. I respect everybody, but at the same time, I don't mind talking to anyone. It can be anyone. Good answer. സോ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ സ്റ്റേജിന് മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ നെർവസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ, പാസ്റ്റ് എക്സ്പീരിയൻസ്? അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെങ്കിലും തോന്നിയിട്ടില്ല? ഇല്ല, ഇഷ്ടമായിരുന്നു. എനിക്ക് അവിടെയല്ല പ്രോബ്ലം വരുന്നത്. ഞാൻ വലിയ സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയുന്ന ഒരാളല്ല. ഓക്കെ, അതെൻ്റെ ഒരു നെഗറ്റീവിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. സോ ഞാനൊരു സ്ക്രിപ്റ്റഡ് പേഴ്സൺ അല്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എംസിങ് ഓർ ഹോസ്റ്റിംഗ് ഓർ TV ആങ്കറിങ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ചില സ്ക്രിപ്റ്റുകൾ തരുന്ന സമയത്ത് ഐ ഗെറ്റ് കോൺഷ്യസ് ദാറ്റ് ഓ മൈ ഗോഡ്, ഐ എം ദേവി, ഇവിടെ തെറ്റിപ്പോവും, അവിടെ തെറ്റിപ്പോവും, അങ്ങനെയുണ്ട്. സോ ദാറ്റ് ഈസ് ഇത് കറക്റ്റായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒരു പരിപാടി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംഭവമില്ല. പക്ഷേ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഫോളോ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പോകേണ്ടപ്പോൾ ചിലപ്പം അത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്രയും ചില പേരുകളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ എനിക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു സ്ട്രെച്ചിലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഐ നീഡ് സം സപ്പോർട്ട് ടു മേ ബി റീഡിങ് ആൻഡ് ഓൾ ദ സ്റ്റഫ് ദാറ്റ് ഐ ഡു. പബ്ലിക് സ്പേസിൽ ഒരു ഒത്തൻറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഡിഫിക്കൽട്ടാണോ? അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഒരു ദുബായ് ഓഡിയൻസ്, ലൈക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കൊന്നും ഇപ്പം എന്നെ അറിയാവുന്നവർക്ക് ഞാനായിട്ട് തന്നെ ഇരിക്കാറുള്ളൂ. പിന്നെ ചില സമയത്ത് ഈവൻ ഇഫ് വി ഹാവ് സം അതർ തിങ്സ് ഇൻ മൈൻഡ്, നമുക്ക് ചിലപ്പോൾ ഒരു പബ്ലിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് വി ഹാവ് ടു ഷോ അവർ ഹാപ്പി ഫേസ്. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ഇതൊന്നും ഓർക്കാതെ നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്. ആ സമയത്ത് അതൊക്കെ ഇങ്ങനെ നമ്മൾ പഠിക്കും, അതൊക്കെ പഠിച്ചു വരാണ്. ഓക്കെ, പിന്നെ ആസ് എ വുമൻ പബ്ലിക് ഫിഗർ, ലൈക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ചില എക്സ്പെക്റ്റേഷൻസോ അല്ലെങ്കിൽ അതുകൊണ്ട് ആസ് എ വുമൻ ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ദുബായിയെ കുറിച്ച് പറയേണ്ടി വരും ആ സമയത്ത്. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ് സൈഡ്. യെസ്, ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഷൂട്ട്സ് ആണെങ്കിലും ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ 9 o'clock ഷെഡ്യൂൾ ആയിരിക്കും, 10 o'clock ആയിരിക്കും. യുനോ ദോസ് ഹു ക്യാൻ ഡ്രൈവ് എനി ടൈം നമുക്ക് ഇവിടെ പോയി ചെയ്യാം, കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ MC ചെയ്യാം, നമ്മൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും, കുറച്ചും കൂടെ സേഫ്റ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് സോഫാർ ഞാൻ അങ്ങനെ ഒന്നും നെഗറ്റീവായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമ്മളോട് ആൾക്കാർ ഇടപെടാറുള്ളൂ. ഇപ്പോൾ നമ്മൾ നല്ലതായിട്ട് സംസാരിച്ചാൽ നമ്മളോട് ആൾക്കാർ നന്നായി സംസാരിക്കും. അപ്പോൾ അത്രയും എനിക്ക് അങ്ങനെ ഒരു ഐ എം തിങ്കിങ് ഇൻ എ പോസിറ്റീവ് വേ. യെസ്. നൗ കംസ് ടു ലൈക്ക് ട്രാവലിലേക്ക് കിടക്കാം. You have traveled to like 48 countries. Yes. Yeah, it's correct, no? Yes, 48 countries yeah. and still counting. Yes. So, tell me your experience. ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ചാനലിൽ സഞ്ചാരമായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര വേണമെങ്കിൽ എൻ്റെ വൺ ഓഫ് ദി ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാം. ഓക്കെ, ഞാൻ എപ്പോഴാണെങ്കിലും ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കും. പല ഇൻ്റർവ്യൂസിൽ പല ആൾക്കാരുണ്ട് കേട്ടോ, എനിക്ക് ഒരാളാണ് എൻ്റെ ഒരു പറയാൻ പറ്റത്തില്ല. ഐ ഹാവ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, സോ ഹീ ഈസ് വൺ അമംഗ് ദാറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമുക്കൊരു ലൈഫ് സ്പാൻ ഉണ്ട് അല്ലേ, നമുക്കൊരു ജനിച്ചപ്പോൾ മുതൽ എന്നാണ് ഞാൻ മരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അതുവരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വേൾഡ് ഇതാണ്, ഭൂമി ഉരുണ്ടതാണ്, കടൽ ഇങ്ങനെ ഭംഗിയാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷെ ഇതൊന്നും കാണാതെ ഇതിങ്ങനെ വായിച്ചും കണ്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് എനിക്കൊരു അർത്ഥം തോന്നിയില്ല. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ മിസ്റ്റർ റൈജോ ജെയിംസിനോട് ആദ്യം പറഞ്ഞു, എനിക്ക് സ്വർണ്ണം ഒന്നും വാങ്ങിച്ചു തരണമെന്നില്ല. ഓക്കെ, എനിക്ക് വല്ല ഗിഫ്റ്റ് തരാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ വി കൻ ട്രാവൽ. നമുക്ക് എല്ലാ അവധിക്കും നമുക്ക് ഒരു പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ആ കാശ് യു കീപ്പ്, യുനോ ഇഫ് യു പ്ലാനിങ് ടു ഗിഫ്റ്റ് മീ സംതിങ് യു കീപ്പ് ഇറ്റ്, നമുക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ട്രാവലിംഗ് ജേർണി തുടങ്ങി. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ കൂടെ മിക്ക സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ വേറൊരു കൺട്രി, ഇപ്പോൾ ഒരു കെന്യനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഫിൻലാൻഡിൽ നിന്ന് ഒരാളെ കാണുന്നു, ഹോങ്കോങ്ങിൽ നിന്ന് ഒരാളെ കാണുന്നു, ഓർ വി സംബഡി ഫ്രം ജപ്പാൻ, എനി കൺട്രി യു നെയിം ഇറ്റ്. So we talk about their country. We've tried this food from Japan. You know, so നമ്മുടെ ആ ഒരു എൻ്റെ കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, we've seen that. യുനോ അതൊരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് വരും കേട്ടോ. അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര ചെയ്തവരുടെ അനുഭവവും അവരുടെ അറിവും, അതെ, ഓക്കെ, അത് വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫറെന്റ് കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേൾഡ് വ്യൂ എങ്ങനെ ചേഞ്ച് ആയി എന്നുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ ഒത്തിരി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, മലയാളി മൈൻഡ് സെറ്റ് മാറിയെന്ന് അങ്ങനെയും പറയാല്ലേ. നമ്മൾ മലയാളീസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം കേട്ടോ. മലയാളീസ് എന്ന് പറയുന്നത് ഒത്തിരി നല്ലവരുമാണ് കേട്ടോ. ഇത്രയും മെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരും എവിടെ ചെന്ന് നമ്മളൊന്ന് ബുദ്ധിമുട്ടിയാലും നമ്മൾ തിരിഞ്ഞു നോക്കി ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എവിടെ നേലും മലയാളി നല്ല ഇന്ത്യനെ കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങളൊരു ജർമ്മനിയിൽ ഞാനും കുട്ടികളും ഹസ്ബൻഡും കൂടെ പോയപ്പോൾ ഞങ്ങളൊരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ട്രെയിൻ നമ്മൾ പ്ലാറ്റ്ഫോം മാറി കയറണമായിരുന്നു. നമുക്ക് ബെൽജിയത്തിന് പോകാനാണ്. ഞങ്ങൾ മാറിയില്ല, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയോ, ഞങ്ങൾ കേട്ടില്ല അനൗൺസ്മെന്റ്. അപ്പോൾ അതുവഴി ഒരു സിക്ക് ഫാമിലി വന്നു. സോ നമ്മൾ പെട്ടെന്ന് ഓർത്തു എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ ദേവർ ഹെൽപ്പിംഗ് അസ്, ഹിന്ദിയിലും അവർ സംസാരിച്ച്, കാരണം എല്ലാം ജർമ്മനിലാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് മലയാളീസ് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് മൈൻഡ് സെറ്റ് വിൽ ചേഞ്ച്. അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് ഉള്ളിലേക്ക് അധികം ഒന്നും അറിയാൻ പറ്റില്ല, കാണുമ്പോൾ നമുക്ക് ഓർക്കും ഓക്കെ ദർ ആർ സോ മച്ച് ടു ഡു ഇൻ ദിസ് വേൾഡ്. നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്ക് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, നല്ല നല്ല പ്രോഗ്രാംസ് കാണാം, നല്ല നല്ല ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. ജോലിയിലാണെങ്കിലും വി കൻ തിങ്ക് അബൌട്ട് ഡിഫറെൻറ്റ് തിങ്സ്. നമുക്ക് വേറെ കുശുമ്പം കുന്നായ്മയ്ക്കൊക്കെ സമയം കുറച്ച്. ഓക്കെ, അപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഈ ട്രാവൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ, നമ്മുടെ ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് TV ഷോസോ അങ്ങനെ കുറേ പേരുണ്ട് എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നവർ. അപ്പോൾ അങ്ങനെ ഉള്ള അവർക്ക് അങ്ങനെയുള്ളൊരു വ്യത്യാസമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ ചുറ്റും. അപ്പം അതെങ്ങനെയെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അതും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണാലിറ്റിയാണ്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ മോൾ ആഷിക, മോൻ എയ്ഡൻ, ഹസ്ബൻഡ് റൈജോ പ്രിഫേഴ്സ് മലയാളി ഫുഡ്.
അല്ലെങ്കിൽ കേരള ഫുഡ് അതാണ് താല്പര്യം. ഞാൻ എന്തും കഴിക്കും. ഓക്കെ, തിരിച്ചു കഴിക്കാത്ത എന്തും കഴിക്കും. ഓക്കെ, ഞാൻ കഴിച്ച ലിസ്റ്റ് പറയുന്നില്ല. ഓക്കെ, തായ്ലൻഡിൽ എന്തൊക്കെ കിട്ടും അത് തന്നിട്ടുണ്ട്, കെനിയയിൽ എന്തൊക്കെ കിട്ടും അത് തന്നിട്ടുണ്ട്, കസാക്കിസ്ഥാനിൽ ചെന്നിട്ട് ഞാൻ ഹോഴ്സിന്റെ മീറ്റ് വരെ കഴിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കുറിച്ച് ഫുഡിന്റെ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിള്ളേർ അവരും ചെറിയ കാര്യത്തിലൊക്കെ അത് വേണം ഇത് വേണം എന്ന് പറയുന്ന കുട്ടികളാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. എത്ര ട്രാവൽ ചെയ്താലും ചില ആൾക്കാർക്ക് മാറ്റം വരത്തില്ല. എന്നെ കുറിച്ചാണ് സ്പെസിഫിക്കലി ചോദിക്കുവാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എനിക്ക് എവിടെ പോയാലും ഫുഡിന്റെ ഒരു പ്രശ്നമില്ല, അങ്ങനെ വലിയ പ്രശ്നമില്ല ഫുഡ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അധികം തുണിയൊന്നും വാരിക്കൊണ്ട് പോകുന്ന ഒരാളല്ല. എനിക്ക് അത്യാവശ്യം എൻ്റെ ബാക്ക് പാക്കിനുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. വെരി ഗുഡ്. ട്രാവൽ ടോട്ട് അഡാപ്റ്റബിലിറ്റി ആൻഡ് എംപതി ഇൻ ഡെയിലി ലൈഫ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും കേട്ടോ. ട്രാവലിങ്ങിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ വാല്യൂസും അതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വേറൊരു ലോകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വലിയ രാജാവാന്നൊന്നും അവർ നോക്കത്തില്ല, അല്ലെങ്കിൽ ഇവിടെ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ഔട്ട്ലുക്കോ നമ്മുടെ സ്കിൻ കളറോ കൊണ്ടോ ചിലപ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്യാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം അവർക്ക് അവരുടേതായ മൈൻഡ് സെറ്റിൽ നമ്മുടെ ആൾക്കാരെ അവർ മീഡിയ കാണുന്നതാണ് ചിലപ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കാണുന്ന അവർ കണ്ടാൽ മതി. ചിലപ്പോൾ നമ്മളോട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവരുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അവർക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നില്ല, ഇറ്റ്സ് ഓക്കെ. അതിനകത്ത് എന്തൊക്കെ നമ്മളെ കൊണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിച്ച് വന്നവരാണ്. മഞ്ഞ് കണ്ടിട്ടുണ്ടോ? മഞ്ഞ് കണ്ടിട്ടില്ലാത്തവർക്ക് മഞ്ഞ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ? അപ്പൊ അങ്ങനത്തെ രാജ്യത്തോട് തന്നെ പോകണ്ടേ. അല്ലെങ്കിൽ ഇപ്പോൾ ഫിൻലൻഡിലൊരു സ്ഥലമുണ്ട് റുവനാമി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ കഥകളിലും അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ കേൾക്കുമ്പോൾ എന്തോ സാന്റാക്ലോസ് ക്രിസ്മസിന് വരുന്നു, സാന്റാ വില്ലേജ്. എന്നാൽ വർഷത്തിൽ 365 ദിവസവും ക്രിസ്മസ് ഉള്ളൊരു സ്ഥലം ഉണ്ടെന്ന് അറിയാമോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, സാന്റാ വില്ലേജ് എന്ന് പറയും ഫിൻലൻഡിൽ. അവിടെ -20 ഒക്കെയാണ് അവിടുത്തെ എപ്പോഴും മിക്കവാറും ആയത്. അതങ്ങ് അവിടെ മിസ്സസ് സാന്റ ഉണ്ട്, സാന്റാക്ലോസ് ഉണ്ട്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കളികളും സാധനങ്ങളും ഉണ്ട്. അവിടുന്ന് ലെറ്റർ അയക്കും ആൾക്കാർ പോസ്റ്റ് കാർഡിൽ നമ്മുടെ നാട്ടിലേക്ക്. ബിക്കോസ് നോർത്ത് പോൾ ആണല്ലോ. അപ്പൊ ഞാനും അവിടെ ചെന്നിട്ട് എൻ്റെ പേരൻസിനും ഹസ്ബൻഡിന്റെ പേരൻസിനും ഒക്കെ അവിടെ നിന്ന് ഞങ്ങൾ പോസ്റ്റ് കാർഡ് അയച്ചു. ഫിൻലൻഡിൽ നിന്ന് നോർത്ത് പോളിൽ നിന്ന് ലെറ്റർ പോയി. സോ അതൊക്കെ പിന്നെയും പോകണമെന്ന് ആഗ്രഹമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലൊന്നും. അപ്പോൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജീവിതത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ കാശ് ഉണ്ടാക്കുക, ട്രാവൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ്. അപ്പം ഈ മൾട്ടിപ്പിൾ റോൾസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ കരിയർ, ഫാമിലി, പേഴ്സണൽ ലൈഫ് ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു? എൻ്റെ ഹസ്ബൻഡ് ഇന്ന് പോഡ്കാസ്റ്റിന് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശേഷം പറഞ്ഞു എന്നെ നന്നായി പൊക്കി വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ശരിക്കും മനസ്സറിഞ്ഞിട്ട് പറയാണ്. വിതൗട്ട് എനി സപ്പോർട്ട് നമ്മൾ ഈ എത്ര പറഞ്ഞാലും, ഇപ്പോൾ നമ്മൾ പറയും മലയാളി സ്ത്രീകൾ എംപവർമെന്റ് ഒക്കെ സംസാരിക്കും. ഐ എം ഓൾസോ എ പേഴ്സൺ ഹു ടോക്സ് അബൌട്ട് ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ കൺസിഡർ ഹിം ആസ് മൈ പാർട്ട്ണർ. ഓക്കെ, നമ്മുടെ കൂടെയുള്ള ഒരു പാർട്ട്ണറിന്റെ അത്യാവശ്യം സപ്പോർട്ട് ഇല്ലാതെ, കാരണം എനിക്ക് കുട്ടികളും ഉണ്ട്, റൈറ്റ്, സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹി ഈസ് ദ റൈറ്റ് പാർട്ട്ണർ ഫോർ മീ. ഈവൻ വി ഡു ഹാവ് സംടൈംസ് നമ്മൾ രണ്ടും അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ പറയാറുണ്ട്. ബട്ട് എല്ലാം വരുമ്പോഴത്തേക്കും ഹി നോസ് വാട്ട് ഐ ലൈക്ക് ആൻഡ് ഐ നോ വാട്ട് ഹി ലൈക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പം പുള്ളിക്കാരൻ ഇസ് മോർ ഇൻ ടു ഓഫ് റോഡിങ് പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ പിള്ളേർ അവരാണെങ്കിലും എൻ്റെ ഇഷ്ടം അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരും രണ്ടുപേർക്കും മോള് മോർ ഇൻ ടു പാട്ടാണ്, പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പാട്ടിൻ്റെ ക്ലാസ്സുകളിൽ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. മോൻ ഫുട്ബോൾ ആൻഡ് കരാട്ടെ, അവനും കരാട്ടയിലൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. നമ്മൾ ജപ്പാനിൽ കൊണ്ടുപോയതൊക്കെ കരാട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, വേൾഡ് കപ്പിനൊക്കെ. സോ അതൊക്കെ നമ്മൾ ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോഴേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വൈ? ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ജോലി വീട് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ സം കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ദാറ്റ് ക്യാൻ ബ്രിങ് ഇൻ ടു അവർ ലൈഫ്. അങ്ങനെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് സോ ഫാർ. യെസ്, ഇതുവരെ ഇല്ല. ഇപ്പോൾ എനി ടൈം എനിക്ക് തോന്നുവാണ് ഓക്കെ നാളെ മുതൽ ഞാൻ വീട്ടിൽ തന്നെ ചുമ്മാ TV കണ്ടിട്ടിരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഇരുന്നിരിക്കും. പക്ഷെ ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, നമുക്കിനി ഒരു റാപ്പിഡ് ഫയർ സെഷനിലേക്ക് കിടക്കുകയാണ്. ക്വിക്ക് ആൻഡ് ഫണ്ണി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? Night owl. 100%. But my work is always in the morning. As a teacher, കഷ്ടപ്പെട്ടാണ് എണീക്കുന്നത്. I can understand. So, tea or coffee? Coffee. Plan everything or go with the flow? It's a mix. I plan also. But I tell people I don't plan much, but I plan. Classroom or microphone? Classroom or microphone? Classroom. Okay. Comfort wear or formal wear? Comfort wear. Always. Always. One habit that keeps you consistent? One habit. One habit that keeps you consistent? I'm always ready for everything. That kind of, or I can say, yeah, I have a habit of writing diary. Really? Yes, Still now? Still, yes. Writing diary. Most of the time, I write things to do, and I plan. Okay. Kids നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൺ വേർഡ്? See me. Really? Very nice. See me, yeah. Nice name. Now, closing and takeaway questions. യങ്ങർ സിമിയോട് ഇന്നൊരു അഡ്വൈസ് പറയാൻ പറ്റിയാൽ അതെന്തായിരിക്കും? Well done, Simi. അഡ്വൈസ്. Advice ആണോ? Advice എന്താ? I'm happy. എനിക്ക് അങ്ങനെ ഒരു അഡ്വൈസ് ഒന്നും കൊടുക്കാനില്ല. ആ സിമിയാണ് ഈ സിമി ആക്കിയത്. അപ്പോൾ ആ സിമി നല്ല സിമിയായിരുന്നു. ഒരു കുഴപ്പമൊന്നുമില്ല. അഡ്വൈസും കൊടുക്കാനില്ല? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഞാൻ കുറച്ച് കണ്ടന്റ് ആണ് ലൈഫിൽ. എനിക്ക് അങ്ങനെ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനായിട്ടില്ല. ആ സിമി കുറച്ചുകൂടെ ഇന്നസെന്റ് ആയിരുന്നു തോന്നുന്നു. യാ മേ ബി യു നീഡ് ടു ബി നല്ലൊരു സിമിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അഡ്വൈസ് ഇല്ല, അത്രയും ബെസ്റ്റ് സിമിയാണ്. ബെസ്റ്റ് എന്നല്ല, എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഓക്കെ, മനസ്സിലായി. സെൽഫ് ലവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? ഐ എം ഹാപ്പി. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എനിക്ക് സക്സസ് എന്ന് തോന്നുന്ന എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാദി. ഇപ്പോൾ എന്നോട് ഇപ്പം റോസ്മിനോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കരുത്. കള്ളക്കളി. ഓക്കെ, നോ പ്രോബ്ലം. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പർപ്പസ് ഓഫ് ലൈഫിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡയറിയൊക്കെ ചെറുതായിട്ട് എഴുതിയ ആളാണ്. തിങ്സ് ടു ഡു ആണ് മിക്കവാറും എഴുതി വെക്കാറ്. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകണ്ട. ഇപ്പം നാളെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ഐ വിൽ ബി തിങ്കിങ് വാട്ട് ഐ ഹാവ് ടു വെയർ, ഹൗ വിൽ ഐ വിൽ ബി ഗോയിങ്, എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ, ദെൻ ദാറ്റ് ഡേ ഈസ് സക്സസ്ഫുൾ, റൈറ്റ്? അതാണ് എന്നെ സംബന്ധിച്ച് ഒരു സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ സക്സസിനോ ഇതിനൊന്നും വലിയ പുറകെ പോവാതെ ഈ വാക്കുകൾക്കൊക്കെ ഭയങ്കര ഭാരമുണ്ട്. ബീങ് ഹാപ്പി, സന്തോഷവും സമാധാനവും. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മളെ സ്നേഹിക്കുന്നവർ, ഓക്കെ, അവർ സന്തോഷമാണെങ്കിലും സക്സസ് ആണ്. ഓക്കെ, എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഇപ്പം എൻ്റെ സുഹൃത്തുക്കളാകാം, എൻ്റെ പേരൻസ് ആകാം, സഹോദരങ്ങളാകാം, എൻ്റെ പാർട്ട്ണറാകാം, എൻ്റെ മക്കളാകാം, ഞാൻ അറിയുന്നവരായിരിക്കും, എല്ലാവരും ആയിരിക്കും. ഇപ്പം ദൂരെ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ അവരെല്ലാവരും ഓക്കെയാണ്. അവർക്കൊരു വിഷമം പറഞ്ഞാൽ ഞാൻ എൻ്റെ അന്നത്തെ ദിവസം തീർന്നു. അതെ, എന്തൊക്കെ സമ്മാനം മേടിച്ചാലും എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല. ആ കാര്യത്തിൽ ഞാൻ തീർന്നു, അല്ലേ? അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും സന്തോഷമാണെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണ്. വെരി ഗുഡ്, ബ്രില്യൻ്റ് ആൻസർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടു യു, ബിക്കോസ് ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്ന കേട്ടോണ്ടിരിക്കുന്ന വിചാരിക്കും നോൺ സ്റ്റോപ്പ് ഞാൻ ആൻസറിങ് ആണെന്ന്. ദാറ്റ് ഈസ് ഹൗ ഐ ആം. ഐ ടോക്ക് വാട്ട് കംസ് ഇൻ മൈ മൈൻഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ഒരു അധ്യാപികയുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ യാതൊരു മടിയും കൂടാതെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒത്തിരി പേർക്ക് സന്തോഷം പകരുന്ന സിമിയുടെ ജീവിതം അനേകർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സിമി.